പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വലിയ നോമ്പിൻ്റെ 6ാം ഞായറാഴ്ചയിലാണ് നാം ഇപ്പോൾ. ഈ കഴിഞ്ഞ ഞായറാഴ്ചകളിലെല്ലാം സൗഖ്യമാക്കുന്ന യേശു ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുകയായിരുന്നു. ഇന്ന് പിറവിയിലെ കുരുടനായിരുന്ന, അന്ധനായിരുന്ന ഒരാളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു കടന്നു വരികയാണ്. അയാളുടെ ജീവിതത്തെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുകയായി. ഇന്ന് ഈ അവസരം യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവനാകും. ഇവിടെ 2 കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ വരേണ്ടിയിരിക്കുന്നു. ഒന്ന്, നാം യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിന്റെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവനാണ് നിന്റെ രക്ഷിതാവായ യേശു തമ്പുരാൻ. യേശു തമ്പുരാനാകുന്ന ആ വെളിച്ചത്തോടെ നിന്റെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോൾ നീയും അവനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ദൈവമകനായി, ദൈവപൈതലായി, ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്തിൽ പകർന്നു കൊടുക്കുന്നവനായി രൂപാന്തരത്തിൻ്റെ പുത്തൻ അനുഭവത്തിലേക്ക് വരും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും പ്രകാശിക്കുന്ന ഒരു കൈത്തിരിയാണ്. നിങ്ങളുടെ കൂട്ടുകാരുടെ ദുസ്വഭാവങ്ങളും തെറ്റായ സംസാരങ്ങളും ജീവിത രീതികളും അത് ഇരുളിൻ്റെ ഫലമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നിങ്ങൾ പരിശീലിക്കുന്നു എങ്കിൽ ആ വെളിച്ചം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നല്ല വാക്കുകളിലൂടെ, സ്വീകരിക്കാനാവുന്ന മാതൃകാ ജീവിതത്തിലൂടെ, അനുകരിക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ ഒരു നല്ല ക്രമീകരണത്തിലൂടെ അയാളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ തീർച്ചയായും സാധിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വെളിച്ചം നമുക്ക് സ്വീകരിക്കാം. രണ്ടാമത്, നാം വെളിച്ചത്തിൻ്റെ ഒരു പുത്തൻ കൂട്ടായ്മ വളർത്തിയെടുക്കണം. തീർച്ചയായും നിങ്ങളുടെ മാതൃക ജീവിതം, വെളിച്ചത്തിൻ്റെ ജീവിതം സ്വീകരിക്കുവാൻ സാഹചര്യം നിങ്ങൾ ഒരുക്കി, അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളോട് ചേർന്ന് വരുന്ന ഒരു സ്നേഹിത, അങ്ങനെ ഒരു വെളിച്ചം സ്വീകരിച്ചിരിക്കുന്ന സ്നേഹിതരുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും. നമ്മളുടെ സ്കൂൾ അന്തരീക്ഷത്തിൽ, കലാലയ അന്തരീക്ഷത്തിൽ, കോളേജ് ക്യാമ്പസിൽ, നമ്മൾ പ്രവർത്തിയെടുക്കുന്ന ഇടങ്ങളിൽ യേശു ക്രിസ്തുവിനെ വെളിച്ചമായി സ്വീകരിക്കുന്ന ഒരു പുതിയ അനുഭവത്തിലേക്കും ജീവിത സമ്പ്രദായത്തിലേക്കും നാം വരുന്നുവെങ്കിൽ, മറ്റുള്ളവരെ ആ ഒരു ജീവിതാനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അങ്ങനെ വെളിച്ചത്തിൻ്റെ ഒരു കൊച്ചു കൂട്ടായ്മ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയണം. 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കണം. ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്ന് വെളിച്ചത്തിൻ്റെ മക്കളുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണം. യഥാർത്ഥത്തിൽ
ദേവാലയത്തിൻ്റെ അന്തരീക്ഷം ഇങ്ങനെ വെളിച്ചം സ്വീകരിച്ചിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അതിന് വലിയ അർത്ഥമുണ്ട്, വലിയ ബലമുണ്ട്, ജീവിതത്തിന് പ്രസക്തിയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ ഒരു വൈദികൻ പള്ളിയിൽ വളരെ കൃത്യമായി വന്നുകൊണ്ടിരുന്ന ഒരാളിൻ്റെ അഭാവം പ്രത്യേകമായി അയാളുടെ ശ്രദ്ധയിൽ വന്നു. ആ സ്നേഹിതൻ, ആ വ്യക്തി എന്തുകൊണ്ടാണ് പള്ളിയിൽ വരാൻ അയാൾക്ക് കഴിയാതിരിക്കുന്നത് എന്ന് അയാളുടെ സ്നേഹിതരോടും അയൽപക്കക്കാരോടും അന്വേഷിച്ചു. അവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല, അവർക്കറിവുണ്ടായിരുന്നില്ല. ഒരു സന്ധ്യയ്ക്കാണ് ഈ ഒരു തിരിച്ചറിവ് വൈദികൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവുന്നത്. അയാൾ ഒട്ടും വൈകിയില്ല. തണുപ്പുള്ള ഒരു സന്ധ്യ രാത്രി അദ്ദേഹത്തിൻ്റെ വാഹനമെടുത്ത് പള്ളിയിൽ വരാതെ മുടങ്ങിപ്പോയിരിക്കുന്ന ആ സ്നേഹിതൻ്റെ ഭവനത്തിലേക്ക് തിരിക്കുകയായി. അവിടെ ചെന്നു. അവർ കുടുംബമായി വീട്ടുമുറ്റത്ത് വിറകു കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈദികനെ കണ്ട മാത്രയിൽ അയാൾക്കൊരു കസേര ഇരിക്കുവാൻ നൽകി. ആ വെളിച്ചത്തിൻ്റെ, ആ തീ കായുന്ന ആ സംഘത്തിൻ്റെ കൂടെ അവർ അതിന് ചുറ്റുമിരുന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി. വൈദികൻ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാതിരിക്കുന്നത് പള്ളിയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. വൈദികൻ്റെ തൊട്ടടുത്ത് ആ ഗൃഹനാഥൻ ഇരിക്കുകയാണ്. ആ തീക്കുണ്ടത്തിൽ നിന്ന് ഒരു തീക്കൊള്ളി അദ്ദേഹം എടുത്തിട്ട് അത് ഒരല്പം അകലെ മാറ്റി അവിടെ ഇട്ടു. സ്വാഭാവികമായും ആ തീക്കൊള്ളി വെളിച്ചം ഇല്ലാതെയായി. അത് പുകയുന്നതിന് തുടങ്ങി. എന്തുകൊണ്ടാണ് വൈദികൻ ഇങ്ങനെ ചെയ്തത് എന്ന് ഗൃഹനാഥൻ പ്രത്യേകമായി ആലോചിക്കുകയായി. എന്നാൽ അത് എന്തുകൊണ്ടെന്ന് ചോദ്യം ഉയർത്തിയില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ആ വൈദികൻ പുകയുന്ന ആ തീക്കൊള്ളിയെടുത്ത്, വിറക് കഷണമെടുത്ത് വീണ്ടും ആ അഗ്നികുണ്ഡത്തിലേക്ക് തന്നെ വയ്ക്കുകയായി. അപ്പോൾ ആ വിറകുകൊള്ളി വീണ്ടും കത്തുന്നു. പ്രകാശത്തോട് ചേർന്ന് ഇത്തിരി പ്രകാശം കൂടെ നൽകിക്കൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവർ പരസ്പരം നോക്കി. ആ ഗൃഹനാഥന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം സ്വീകരിച്ചവനാണ് ഞാൻ. അങ്ങനെ സ്വീകരിച്ചവരുടെ കൂട്ടായ്മയിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകാശം നൽകുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ചൂടും ചൂരും മറ്റുള്ളവർക്ക് അനുഭവമാക്കിയ ആളാണ് ഞാൻ. എന്നാൽ അതിൽ നിന്ന് വിട്ടുമാറുമ്പോൾ എൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി. ആ ഗൃഹനാഥൻ പറഞ്ഞു വൈദികനോട്, അച്ഛാ ക്ഷമിക്കണം, അച്ഛൻ ഇത് ഒരു ദൂതെനിക്ക് നൽകുകയായിരുന്നു, ഞാനത് സ്വീകരിക്കുന്നു. അതിനുശേഷം ആ ഗൃഹനാഥനും കുടുംബവും ക്രമമായി ദേവാലയ ആരാധനയ്ക്ക് മറ്റുള്ള ദൈവമക്കളോടൊപ്പം പങ്കുകൊള്ളുന്നത് ഒരു വലിയ അനുഭവ സാക്ഷ്യമാണ്. യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകുന്നവനായി വരുന്നു, അല്ലെങ്കിൽ വന്നു. ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരാനും അങ്ങനെ വെളിച്ചം സ്വീകരിച്ച ദൈവമക്കളുടെ ഒരു കൂട്ടായ്മ യേശു ക്രിസ്തുവിനോട് ചേർത്ത് ഉണ്ടാക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവൃത്തി ചെയ്യുന്ന ഏത് ഇടങ്ങളിലായിരുന്നാലും
യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ വെളിച്ചമായിരിക്കുന്നത് പോലെ നീയും വെളിച്ചമായി ഭവിക്കും. വെളിച്ചം സ്വീകരിച്ച ദൈവമക്കളോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അതൊരു വലിയ പ്രകാശത്തിൻ്റെ ശക്തമായ സാന്നിധ്യമായി ലോകത്തിൽ രൂപാന്തരപ്പെടും. നീയും നിന്നോടൊപ്പം നിൽക്കുന്ന ദൈവമക്കളും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൻ്റെ ജീവൻ്റെ വെളിച്ചം ഉള്ളവർ ആകും. യേശു ക്രിസ്തു അന്ധനായിരുന്ന ഒരാൾക്ക് വെളിച്ചം പകരുമ്പോൾ ആ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരാനും ആ വെളിച്ചം സ്വീകരിച്ചവരുടെ കൂട്ടായ്മയിൽ ഒരു ഭാഗമാകുവാനും കഴിയുന്നതാണ് വലിയ ഭാഗ്യം ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ. കുഞ്ഞുങ്ങളെ, ഇത് നമുക്ക് പരിശീലിക്കാം. ഈ ഞായറാഴ്ച ദിവസം യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന വലിയ ദൂതാണിത്. ദൈവമക്കളുടെ കൂട്ടായ്മ നമുക്ക് അതിന് ബലം തരും എന്നുള്ള ശക്തമായ ഒരു സന്ദേശവും നമുക്ക് ഈ ദിവസം സ്വീകരിക്കാനാവണം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.